Hi all, ഞാൻ ഡോക്ടർ അപർണ ആനന്ദ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് MBBS ഇൻ റഷ്യ. ഈ ഒരു കോൺടാക്ട് നമ്പർ നിങ്ങൾ കണ്ടല്ലോ, ഇത് കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി കുറേ മെസ്സേജസ് വരാറുണ്ട് റഷ്യയിലേക്ക് പോകുന്ന കുട്ടികളുടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഫീസ് അറിയാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും കോളേജിനെ പറ്റി ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് നമുക്ക് വന്ന ക്വസ്റ്റ്യൻ, വിത്തൗട്ട് നീറ്റ് MBBS പോസിബിൾ ആണെന്നുള്ളത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് പോസിബിൾ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണെങ്കിൽ താഴെ ലിങ്ക് കാണും, അതിൽ നിങ്ങൾ ഓപ്പൺ ആക്കിയാൽ മതി. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, നമുക്ക് സ്കോളർഷിപ്പ് പ്രോഗ്രാം റഷ്യയിൽ ഉണ്ടോ എന്നുള്ളത്. ഞാൻ എല്ലാവരോടും പറഞ്ഞത്, എനിക്കൊന്ന് 2-3 വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും സ്റ്റിൽ എനിക്ക് ഇന്നും കൂടി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. റഷ്യയിൽ ഇന്ത്യൻസ് നമ്മളൊക്കെ ഫോറിനേഴ്സ് ആണ്, ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കോളർഷിപ്പ് അവൈലബിൾ അല്ല. റഷ്യയിലെ സ്കോളർഷിപ്പ് ഉള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ റഷ്യൻ ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ റഷ്യൻ സിറ്റിസൺ ആയിരിക്കും. അതായത് റഷ്യൻ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. പക്ഷെ അറിയാമല്ലോ, NMC റൂൾ പ്രകാരം നമുക്ക് തിരിച്ചു നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഫുള്ളി ഇംഗ്ലീഷ് മീഡിയം മാത്രമാണെങ്കിലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്കാമിൽ പോയി ആരും വീഴാതിരിക്കുക. കുറേ ഏജൻസിക്കാർ ഇത് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ദിവസം, റഷ്യയിലെ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, പോയി പഠിക്കാം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. ആ ഒരു ട്രാപ്പിൽ ആരും വീഴാതിരിക്കുക. അങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് റഷ്യൻ മീഡിയം ആണ്. ദെൻ തേർഡ് തിങ്, റഷ്യൻ ലാംഗ്വേജ് വെച്ച് നമുക്ക് പഠിപ്പിക്കുന്നതൊക്കെ റഷ്യനിലാണെന്നുള്ളത് അല്ല. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഇംഗ്ലീഷിലായിരിക്കും, റഷ്യനിൽ ആയിരിക്കത്തില്ല. അടുത്തത് ബഡ്ജറ്റ്. ഈ വർഷം ഏകദേശം ബഡ്ജറ്റ് വരുന്നത് ഒരു 20 lakh to 25 lakh വരെയൊക്കെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ് ഫോർ വിത്തൗട്ട് MBBS സ്റ്റുഡൻസിനും കിട്ടുന്നതാണ്. പിന്നെ മണ്ടക്കൂട്ട്, നിങ്ങൾക്ക് ഇപ്പം കുറച്ച് സിറ്റി ലൈഫൊക്കെ എൻജോയ് ചെയ്യണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 35 ലാക്കിലൊക്കെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു എനിക്ക് മെയിനായിട്ട് വന്നിരുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്നില്ലെങ്കിൽ കയറി നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതും എല്ലാ അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി. അതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടുന്ന് പോകും മുമ്പ് നമുക്ക് ലൈക്ക് നല്ലൊരു എമൗണ്ട് ആവാറുണ്ടല്ലേ, അഡ്മിഷൻ, വിസ, സ്റ്റാമ്പിങ്, അപ്പോസിൽ, ടിക്കറ്റ്, എല്ലാ കാര്യങ്ങളും. അതെല്ലാം ഒരു അഫോർഡബിൾ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരുന്നത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും